السلام عليكم ورحمة الله وبركاته إن الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا محمد ഏറ്റവും സ്നേഹം നിറഞ്ഞ മുത്തുമുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും എല്ലാവിധ സന്തോഷവും സമാധാനവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റി തരട്ടെ. ഒരുപാട് പേര് നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു അവരുടെ എല്ലാവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടി ദുആ വസിയത്ത് ചെയ്തവരുടെ രോഗങ്ങളൊക്കെ അല്ലാഹു പരിപൂർണമായി ശിഫയാക്കി കൊടുക്കട്ടെ. ജോലിയില്ലാതെ പ്രയാസപ്പെട്ട് ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു അർഹമായ അനുയോജ്യമായ ജോലി കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം പരിശുദ്ധമായ റമദാൻ ശരീഫിലെ ആദ്യത്തെ 10 നാം ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ദിക്ർ ഏതാണ്? ആദ്യത്തെ 10 ദിവസത്തിൽ നാം എല്ലാവരും ഒരുപാട് ചൊല്ലേണ്ട ദിക്ർ ഏതാണ് എന്നതിനെ സംബന്ധിച്ചാണ്. നമുക്കൊക്കെ അറിയാം, റമദാൻ ശരീഫിലെ അല്ലാഹുവിന്റെ റസൂൽ 3 10 തിരിച്ചിട്ടുള്ളത്. അവ്വലുഹു റഹ്മത്തുൻ വഔസിതുഹു മഗ്ഫിറത്തുൻ വആഖിറുഹു ഇത്ഖും മിനന്നാർ എന്ന. ഒന്നാമത്തെ 10 അത് കാരുണ്യത്തിന്റെ 10, അള്ളാഹുവിനോട് അവന്റെ റഹ്മത്തിനെ ചോദിക്കേണ്ട 10. ആ 10 അല്ലാഹു തആല ഒരുപാട് അവന്റെ കാരുണ്യം വാരിക്കൂരിത്തരുന്ന 10. രണ്ടാമത്തെ 10 അത് മഗ്ഫിറത്തിന്റെ 10, പാപമോചനത്തിന്റെ 10. അള്ളാഹുവിനോട് നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ പാപങ്ങളെ കുറിച്ചും അവനോട് പുറത്തു തരാൻ വേണ്ടി ആവശ്യപ്പെടേണ്ട 10 രണ്ടാമത്തെ 10. മൂന്നാമത്തെ 10 എന്ന് പറയുന്നത് അത് ഇത്ഖും മിനന്നാർ, നരകമോചനത്തിന്റെ 10. ആയതുകൊണ്ട് എന്റെ മുത്തുമുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും നിലകൊള്ളുന്നത് ആദ്യത്തെ 10 റമദാനിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിലാണ് ഞാൻ നിങ്ങൾ നിലകൊള്ളുന്നത്. ഈ 10 നാം അധികരിപ്പിക്കേണ്ട ദിക്റിനെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ആ ദിക്റും അതിന്റെ ചുരുങ്ങിയ രൂപത്തിൽ അതിന്റെ മഹത്വങ്ങളും പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ഒക്കെ ചെയ്യുന്ന ഇബാദത്ത് കൊണ്ട് ഒരിക്കലും നമുക്ക് സ്വർഗ്ഗത്തിൽ എത്തിപ്പെടാൻ കഴിയുകയില്ല. സ്വർഗത്തിൽ നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കണം, അവന്റെ റഹ്മത്ത് വേണം. റഹ്മത്ത് ഉണ്ടെങ്കിലേ സ്വർഗത്തിൽ എത്തിപ്പെടാൻ കഴിയുകയുള്ളൂ. ഒരു വേള അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു, സഹാബ, ഒരു മനുഷ്യനിക്കും അവൻ ചെയ്ത് അമല് കൊണ്ട് സ്വർഗത്തിൽ എത്തിപ്പെടാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ച ആളുകൾക്ക് മാത്രമേ സ്വർഗത്തിലെത്താൻ കഴിയൂ എന്ന് സഹാബത്തിനോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോ സഹാബത്ത് അവിടെ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അത്രേ നബിയെ, അങ്ങും അങ്ങനെ തന്നെയാണോ? അങ്ങയുടെ അവസ്ഥയും ഇതുപോലെ തന്നെയാണോ എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അത്രേ ഞാനും അങ്ങനെ തന്നെയാണ്. എനിക്കും എന്റെ അമല് കൊണ്ട് സ്വർഗത്തിലെത്തിപ്പെടാൻ കഴിയുകയില്ല. ഞാനും സ്വർഗത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം എനിക്കും ലഭിക്കണം, അവന്റെ റഹ്മത്ത് ലഭിക്കണം, എന്നാലേ സ്വർഗത്തെത്താൻ കഴിയൂ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അനുചര വൃദ്ധങ്ങളായ സഹാബത്തിന് പറഞ്ഞു കൊടുത്തു എന്നാണ്. ആയതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അമല് കൊണ്ട് നാം ചെയ്യുന്ന ആരാധന കൊണ്ട് സ്വർഗത്തിൽ എത്തിപ്പെടാൻ നമുക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ മഹാന്മാർ നമുക്കൊരു ചരിത്രം പഠിപ്പിച്ചു തരുന്നുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, എന്തെന്നറിയോ? ബനീ ഇസ്രായേലുകാരിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. എത്രേ? 500 വർഷക്കാലം ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകിയ ഒരു മനുഷ്യൻ. ഈ 500 വർഷക്കാലവും അദ്ദേഹം അള്ളാഹുവിനെ സദാ ഇബാദത്തിൽ മുഴുകി ആരാധന ചെയ്ത് ജീവിച്ച മനുഷ്യനാണ്. പകൽ മുഴുവനും നോമ്പെടുത്ത് രാത്രി മുഴുവനും അള്ളാഹുവിനെ നിസ്കരിച്ച് ആരാധന ചെയ്ത് ജീവിച്ച മനുഷ്യൻ. ഈ മനുഷ്യൻ നോമ്പനുഷ്ഠിച്ചത് എന്നെയും നിങ്ങളെയും പോലെ സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചിട്ടില്ല. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം കഴിക്കുന്ന ഉറുമാൻ പഴം കഴിച്ചിട്ടാണ് നോമ്പ് പിടിച്ചത്. മാത്രമല്ല, അദ്ദേഹം താമസിച്ചത് ഒരു പർവ്വതത്തിന്റെ മുകളിലാണ്. അതിന്റെ ചുറ്റുപാടും വലിയ ദ്വീപാണ്.
ചുറ്റുഭാഗവും വള്ളങ്ങളെ കൊണ്ട് മുഴുകി കഴിഞ്ഞുകൂടുന്ന ഒരു ദ്വീപിലാണ് ഈ മനുഷ്യൻ ജീവിച്ചത്. ദാഹിക്കുന്ന സമയത്ത് അതിന്റെ താഴ്ഭാഗത്തിൽ നിന്ന് ഒരു ദാഹജലം വരും. അത് കുടിച്ച് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം കായ്ക്കുന്ന ഉറുമാൻ പഴവും കഴിച്ചിട്ടാണ് ആ മനുഷ്യൻ നോമ്പനുഷ്ഠിച്ച് 500 വർഷക്കാലം അല്ലാഹുവിനെ ആരാധന ചെയ്തത്, ഇബാദത്ത് ചെയ്തത്. ആ മനുഷ്യൻ എപ്പോഴും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അത്രേ, പടച്ച റബ്ബേ, എന്റെ മരണം നീ സുജൂദിൽ കിടന്നുകൊണ്ടായിരിക്കണം. നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് നിന്നിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയമാണല്ലോ സുജൂദ്. ആ സുജൂദിന്റെ വേളയിൽ എന്റെ റൂഹ് നീ പിടിച്ചു കൊണ്ടുപോകണേ എന്ന് ആ മനുഷ്യൻ എപ്പോഴും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അത്രേ. അങ്ങനെ ആ മനുഷ്യന്റെ ആവശ്യപ്രകാരം അല്ലാഹു തആല അവനെ സുജൂദിലായി അവന്റെ റൂഹിനെ പിടിച്ചു. അങ്ങനെ അദ്ദേഹം മരണമടഞ്ഞു. അവസാനം ആ മനുഷ്യനെ ഹിസാബ് ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല പരലോകത്ത് ഒരുമിച്ച് കൂട്ടിയത്രേ. ആ സമയത്ത് അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു അത്രേ, മലക്കുകളെ, എന്റെ ഈ അടിമയെ എന്റെ ഔദാര്യം കൊണ്ട്, എന്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ എത്തിക്കണം, സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ 500 വർഷക്കാലം ഇബാദത്ത് ചെയ്ത ആ മനുഷ്യൻ അല്ലാഹുവിനോട് ആ സമയത്ത് തർക്കിച്ചു അത്രേ. ആ മനുഷ്യൻ പറഞ്ഞു അത്രേ, അല്ലാഹുവേ, എനിക്ക് നിന്റെ ഔദാര്യമായിട്ട് എനിക്ക് നിന്റെ സ്വർഗം വേണ്ട. എനിക്ക് ഞാൻ ചെയ്ത 500 വർഷക്കാലത്തെ ഇബാദത്തിന്റെ പകരമായിട്ട് എനിക്ക് സ്വർഗം തന്നാ മതി എന്ന് പറയുമ്പോ അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു അത്ര, മലക്കുകളെ, എന്നാൽ എന്റെ അടിമയുടെ 500 വർഷത്തെ ഇബാദത്തും ആരാധനയും ഞാൻ അവന് ചെയ്തു കൊടുത്തതായ അനുഗ്രഹങ്ങളും ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടി നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഏതാണോ അധികമുള്ളതെങ്കിൽ അതനുസരിച്ച് അവനെ ഈ സ്വർഗത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകണമെന്ന് പറയുമ്പോ മലക്കുകൾ അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് മലക്കുകൾ അല്ലാഹുവിനോട് പറഞ്ഞു അത്ര, അല്ലാഹുവേ, നീ ചെയ്തു കൊടുത്ത, അവന് ചെയ്തു കൊടുത്ത അനുഗ്രഹമുണ്ടല്ലോ, റഹ്മത്തുണ്ടല്ലോ, ആ റഹ്മത്തിൽ ഒരു കണ്ണിന്റെ, നീ കൊടുത്ത കണ്ണുണ്ടല്ലോ അവന്റെ അനുഗ്രഹമായിട്ട്, ആ കണ്ണിനോട് പോലും അവൻ ചെയ്ത 500 വർഷത്തെ ഇബാദത്ത് എത്തുന്നില്ല എന്ന് പറയുമ്പോൾ അല്ലാഹു തആല അവിടെ നിന്ന് മലക്കുകളോട് പറഞ്ഞു അത്രേ, മലക്കുകളെ, എങ്കിൽ എന്റെ അടിമയെ നിങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോവുക, നരകത്തിൽ കൊണ്ടുപോയിടുക എന്ന് പറയുമ്പോ ആ മനുഷ്യൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പറഞ്ഞു അത്ര, അല്ലാഹുവേ, എനിക്ക് എന്റെ ആരാധനയുടെ പകരമായിട്ട് എനിക്ക് നീ സ്വർഗം തരണ്ട, എനിക്ക് നിന്റെ ഔദാര്യമായിട്ട് നീ സ്വർഗം നൽകിയാൽ മതി എന്ന് അല്ലാഹുവിനോട് പറഞ്ഞുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത് 500 വർഷക്കാലം ഇബാദത്ത് ചെയ്ത ആ മനുഷ്യന് പോലും സ്വർഗത്തിലേക്ക് ആരാധന കൊണ്ട്, ഇബാദത്ത് കൊണ്ട് എത്തിപ്പെടാൻ സാധ്യമല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് ചിന്തിക്കണം, നമുക്ക് മനസ്സിലാക്കണം. ആരാധന കൊണ്ട് ഒരു മനുഷ്യനിക്കും സ്വർഗത്തിൽ എത്തിപ്പെടാൻ സാധ്യമല്ല. സ്വർഗത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കണം, അവന്റെ റഹ്മത്ത് ലഭിക്കണം. ആയതുകൊണ്ട് അല്ലാഹു അവന്റെ അനുഗ്രഹം നൽകിയ, അവന്റെ റഹ്മത്ത് നൽകുന്ന ഈ ഭാഗത്ത് അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ അനുഗ്രഹം, അവന്റെ റഹ്മത്ത്, കാരുണ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം അല്ലാഹുവിനോട് കൂടുതലായി ചോദിക്കേണ്ട, ചൊല്ലേണ്ട ദിക്ർ, ആ ദിക്റാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. ദിക്ർ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. ഇതാണ് ആ ദിക്ർ. ഈ ദിക്ർ എല്ലാവരും അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കൊണ്ടു നടക്കണം. കാരണം പ്രത്യേകിച്ച് പരിശുദ്ധമായ റമദാൻ ശരീഫിലെ ആദ്യത്തെ 10 നിലകൊള്ളുന്ന നമ്മൾ ധാരാളമായി അധികരിപ്പിക്കേണ്ട ദിക്റാണിത്. അല്ലാഹു തആല അവന്റെ കാരുണ്യം ലഭിച്ച മുഅ്മിനീങ്ങൾ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാന്മാരമ്മെ പഠിപ്പിക്കുന്നത് ഈ ദിക്ർ ഒരാൾ 3 പ്രാവശ്യം ചൊല്ലിയാൽ ഈ ദിക്റിന്റെ ഖാദിമായ മലക്ക് ആ മനുഷ്യനോട് പറയുമത്രേ, നിന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്, നിന്നിലേക്ക് അല്ലാഹു തആല നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിനക്ക് എന്താണോ ആവശ്യമുള്ളത്, എന്താണോ നിന്റെ ആഗ്രഹമെങ്കിൽ അത് നീ അല്ലാഹുവിനോട് ചോദിച്ചോ, പറഞ്ഞോ, അല്ലാഹു തആല നിനക്ക് പൂർത്തിയാക്കി തരും, അല്ലാഹു തആല നിനക്ക് നൽകുമെന്നാണ് മഹാന്മാരമ്മെ പഠിപ്പിക്കുന്നത്. ആ മലക്ക് പറയുമെന്ന് മാത്രമല്ല ഇതിന് മറ്റൊരു രൂപം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു മനുഷ്യൻ രാത്രി അർദ്ധരാത്രി തഹജ്ജുദിന്റെ സമയത്ത് എണീറ്റ് നല്ല വുളുവോടുകൂടെ, നല്ല മനസാന്നിധ്യത്തോടുകൂടെ, നല്ല സുഗന്ധമെല്ലാം ഉപയോഗിച്ച് ആരുമാരുമില്ലാത്ത സ്ഥലത്തിരുന്ന് 1000 തവണ 1000 പ്രാവശ്യം യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, യാ
അർഹമർ റാഹിമീൻ എന്നിങ്ങനെ 1000 പ്രാവശ്യം ചൊല്ലി അവന്റെ ആവശ്യം, അവന്റെ ആഗ്രഹം, അവന്റെ ജീവിതത്തിൽ അവനക്ക് എന്തെല്ലാം നേടിയെടുക്കാനുണ്ടോ അത് മുഴുവനും അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല അവനക്ക് നൽകുമെന്നാണ്, അത് കിട്ടുമെന്നാണ്. അല്ലാഹു തആല ഈ ദിക്ർ ചൊല്ലി അതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ കരസ്ഥമാക്കുന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും ധാരാളമായി പരിശുദ്ധമായ റമളാൻ ശരീഫ് പ്രത്യേകമായി അധികരിപ്പിക്കേണ്ട ഒരു ദിക്റാണ് യാ അർഹമർ റഹീമീൻ എന്ന ദിക്ർ. എല്ലാവരും ധാരാളമായി ചൊല്ലാൻ ശ്രമിക്കുക. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു മാറ്റി തരട്ടെ. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു തആല ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്കൊക്കെ പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹ്മാനായ റബ്ബി അവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ഒത്തിരി രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, നീ അവരുടെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. അതുപോലെ ഒരുപാട് വിദ്യാർത്ഥികൾ പരീക്ഷകൾ നേരിടുന്നവരാണ്, ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അല്ലാഹുവേ, അവരുടെ പരീക്ഷകൾക്കൊക്കെ നീ പരിപൂർണ്ണ വിജയം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ നോക്കുന്ന നോമ്പ് നീ ഞങ്ങളിൽ നിന്നും പരിപൂർണമായി സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ, ഞങ്ങൾ ചെയ്യുന്ന മറ്റ് സൽക്കർമ്മങ്ങളെല്ലാം ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ എല്ലാവിധ റാഹത്തും സന്തോഷവും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.